ഹാവൂ, ഇന്ന് സ്കൂൾ തുറന്നപ്പോഴാ മനസ്സിനൊരു ആശ്വാസമായത്. ശരിയാ, 10 ദിവസം സ്കൂൾ പൂട്ടിയപ്പോഴേക്കും ശരിക്കും അനുഭവിച്ചു എന്താ അവന്റെ ഒരു വികൃതി. ഇനി മുതൽ രാവിലെ സ്കൂൾ ബസ്സിലേക്ക് പാക്ക് ചെയ്ത് വിട്ടാ മതി, അത്രയും ആശ്വാസം. വെക്കേഷൻ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിട്ടാ നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. അവിടെ കിടന്ന് വിടച്ചിലല്ലായിരുന്നോ? അവിടുത്തെ ആ പുതിയ ടി.വി. യില്ലേ, അവൻ തട്ടിയിട്ട് പൊട്ടിച്ചെന്ന്. അത് ചോദിച്ചപ്പോ അവൻ പറയാ ടി.വിയിൽ എഴുതി കാണിച്ചിട്ടാണ് പോലും അവൻ ടി.വിയുടെ പുറകിൽ പോയിരുന്നത്, എന്നിട്ട് അബദ്ധത്തിൽ ടി.വി തട്ടിയിട്ടതാണ് പോലും. അതെന്തിനാ അവൻ പുറകിൽ പോയത്? അവൻ തിരുവോണത്തിന് ടി.വിയിൽ ഏതോ സിനിമ കണ്ടിരിക്കുകയായിരുന്നു. ബ്രേക്കിന്റെ സമയത്ത് ടി.വിയിൽ മൂവി വിൽ റൈറ്റ് ബാക്ക് എന്ന് എഴുതി കാണിച്ചു. ഓ അത് ശരി, അത് കാണിച്ചപ്പോഴേക്ക് അവൻ ടി.വിന്റെ ബാക്ക് പോയിരുന്നു കാണും. നിങ്ങളുടെ അല്ലേ മോൻ? അത് ശരി, വല്ല വിഡ്ഢിത്തവും കാണിച്ചാൽ എന്റെ മോൻ അല്ലേ? അല്ല, അവന്റെ പഠിത്തം ഇനി രണ്ടാമതും തുടങ്ങണ്ടേ? അല്ല, വെക്കേഷന് മുൻപേ ടീച്ചർ അവൻ എന്തോ വർക്ക് കൊടുത്തിരുന്നല്ലോ. അവനത് ചെയ്തോ? എവിടെ, ഇന്ന് അവന് കണക്കിന് കിട്ടും. സയൻസ് ഇമ്പോസിഷനെ 20 തവണ എഴുതാൻ പറഞ്ഞിട്ട് 10 തവണ എഴുതിയിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ശരിക്കും കിട്ടിയത് തന്നെ. ടിൻഡു, സയൻസിൽ നീ വളരെ മോശമായത് കൊണ്ടാണ് ഞാൻ നിന്നോട് 20 തവണ ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞത്. നീ എഴുതിയതാവട്ടെ വെറും 10. എന്താടാ ഇത്? ഞാൻ കണക്കിലും മോശമാണേ, അങ്ങനെ സംഭവിച്ചതാ.